കഥയുടെ പേര് നൊസ്റ്റാൾജിയ. നിത്യവും ഉപ്പുമാവില്ലാത്ത കാരണം ചെക്കൻ പലപ്പോഴും ക്ലാസ്സിലില്ല. ചെക്കൻ ഒരുത്തനും കുറഞ്ഞത് കാരണം അച്യുതൻ മാഷിന് ജോലിയില്ല. 80കളിൽ സാംബശിവൻ വേദികളിൽ തകർത്തു പാടിയതുപോലെ പലരും ഉപ്പുമാവിന് വേണ്ടി ക്ലാസ്സിലെത്തുന്നവരായിരുന്നു അന്ന്. ഉപ്പുമാവെന്നാൽ മൂവാണ്ടൻ മാവ്, കോട്ടമാവ്, തേന്മാവ് എന്നൊന്നും പറയുന്ന മാവല്ല എന്ന് പുതിയ തലമുറയോട്. അക്കാലത്ത് പാവാട ധരിച്ച പെൺകുട്ടികളും നിക്കറും ഷർട്ടും ധരിച്ച ആൺകുട്ടികളുമായിരുന്നു അധികവും. കുട്ടികൾക്കെല്ലാം തന്നെ മൂക്കിന് താഴെ 11 പോലെ ഒരു വരയുണ്ടായിരുന്നു. ആൺകുട്ടികൾ നടന്നു പോകുന്നത് പിന്നിൽ നിന്ന് കാണാൻ നല്ല ശേലാണ്. കണ്ണുകൾ മാറി മാറി അടയ്ക്കുന്നത് പോലെ തോന്നും. തുന്നിയ വസ്ത്രം കീറി ഉടുക്കുന്നത് ഇന്നത്തെ ഫാഷനെങ്കിൽ കീറിയ വസ്ത്രം തുന്നി ഉടുക്കുന്നതായിരുന്നു അന്നത്തെ ഫാഷൻ. ഷർട്ടിൻ്റെ ബട്ടണുകൾ വ്യത്യസ്ത വർണ്ണങ്ങളിൽ തുന്നി പിടിപ്പിച്ചവ. ഓടിക്കളിക്കുമ്പോൾ കൂട്ടുകാർ ഷർട്ടിൽ പിടിച്ചാണ് നിർത്തുന്നത്. പിറ്റേന്ന് സ്കൂളിൽ പോകാൻ ബട്ടണില്ലാത്ത ഷർട്ട്. അമ്മ ചെവിയിൽ പിടിച്ച് വാച്ചിന് കീ കൊടുക്കുന്നത് പോലെ ചെറിയൊരു കലാപരിപാടി. കലണ്ടറിൽ കുത്തിവെച്ചിരിക്കുന്ന സൂചിയും എവിടെയെന്നെങ്കിലും പറിച്ചെടുത്ത ബട്ടണും ഷർട്ടിൽ തുന്നി പിടിപ്പിക്കും. വീണ്ടും ചെവിക്ക് കീ കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ചേർത്ത് പിടിക്കുന്ന പുസ്തകം പലപ്പോഴും കാൽ തെറ്റി വീഴുമ്പോൾ ചിതറിത്തെറിക്കും. പുസ്തകങ്ങൾക്ക് പുറംചട്ട ഉണ്ടാകാറില്ല. പണമുള്ള വീട്ടിലെ കുട്ടികൾ സോവിയറ്റ് നാട് ഉപയോഗിച്ച് പുസ്തകങ്ങൾ പൊതിയും. ചിലർക്ക് മാത്രം അലൂമിനിയ പെട്ടി, ബാക്കിയുള്ളവർക്ക് ഇലാസ്റ്റിക്കും കറുത്ത റബ്ബറും. ഒന്നുമില്ലാത്തവർ വേറെയും. പെരുവിരലിൻ്റെ നഖം അക്കാലത്ത് വെട്ടാറില്ല. അത് കല്ലിൽ തട്ടി താനെ പൊളിഞ്ഞു പോയിക്കൊള്ളും. മരം കോച്ചും തണുപ്പിൽ പൊളിഞ്ഞ നഖം പുതപ്പിൽ ഉടക്കുന്നതാണ് ആ കാലത്ത് ഏറ്റവും സുഖമുള്ള ഒരു അനുഭവം. എയുടെ ഈ പുതിയ യുഗത്തിൽ ഇതൊക്കെ എൻ്റെ നല്ലോർമ്മകളായി ഓർമ്മച്ചിപ്പിൽ ഒതുക്കുന്നു. നന്ദി.